ഈശോമിശിഹായിലെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പുതുവർഷത്തെ സ്വീകരിക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ? പല പള്ളിയിലും പാതിരാ കുർബാനയുണ്ട്. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, പാതിരാ കുർബാനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുക്കർമ്മം പഴയ മനുഷ്യനെ എങ്ങനെയും തട്ടിക്കൂട്ടി ഉണ്ടാക്കും. കുർബാന കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പടക്കൊക്കെ വെച്ചിട്ട് അതിനങ്ങോട്ട് തീയ കൊളുക്കുക. ഇതൊരു സന്തോഷം. അങ്ങനെ അത് പൊട്ടിത്തെറിച്ച് അത് കത്ത് ചാമ്പലാകുന്നല്ലാണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മിൽ എന്നിലൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. പണ്ടുണ്ടായിരുന്ന അതേ സ്വഭാവം ഏകദേശം വലിയ മാറ്റമില്ലാതെ തുടർന്നുകൊണ്ട് പോവുകയാണ്. പരിശ്രമം നടക്കുന്നുണ്ട്, പക്ഷേ പരാജയപ്പെട്ടു പോവുക. ഇതാ ഒരിക്കൽ കൂടി പുതുവർഷം വന്നു. അപ്പം ഞാൻ എൻ്റെ ഇടവകയിൽ പറഞ്ഞു, നിങ്ങളെല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുക. നാളത്തെ പ്രഭാതത്തിൽ നമ്മൾ ഏറ്റവും ആരാധനയോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാം. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും ലോകത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ഞാൻ ചിന്തിക്കുക, പുതുവർഷത്തിന് എല്ലാവരും ഉറക്കൊളച്ചിരിക്കുന്ന സമയമാണ്. ഇനി കുറേ പടക്കവും അതിലുപരിയായിട്ട് മദ്യവും DJ-യും. ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് വിഷമിക്കുന്നൊരു കാര്യം, ഒരു സഹോദരി ഇങ്ങനെ പറയുകയാണ്, അച്ഛാ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തി ഇന്ന് രാത്രി DJ-ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, 4000 രൂപയാണ്. ആൺകുട്ടിയല്ല കേട്ടോ, ഒരു സ്ത്രീ ലേഡി ബുക്ക് ചെയ്തൊക്കെ 4000 രൂപയ്ക്ക് DJ. ന്യൂ ഇയർ ആഘോഷിക്കും ഇന്ന് രാത്രിയാണ്. എത്ര അപകടങ്ങളും എന്തൊക്കെ സംഭവിക്കുന്നില്ല. പ്രിയമുള്ളവര്, ലോകം തമ്പുരാനെ മറന്നുകൊണ്ട് ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു, കൊട്ടും മേളവും പാട്ടൊക്കെ ആയിട്ട്. പ്രിയമുള്ളവരെ, കുറച്ചു പേരൊക്കെയാണ് ആ ഒരു സമയം പ്രാർത്ഥനയിൽ തമ്പുരാൻ നന്ദി പറയാനായിട്ട് എഴുന്നേൽക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇന്ന് ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിലും ഈ വർഷത്തിന്റെ അവസാനത്തിലും നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒരു കൊച്ചു ചിന്ത മാത്രമാണ്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായമാണ് ഇന്നത്തെ വചനവായന. അത് നിങ്ങൾ പാതിരാ കുർബാനയ്ക്കാണെങ്കിലും ഇന്നത്തെ അവസാനത്തെ വായനയാണെങ്കിലും ഫലം തരാത്ത അത്തിവൃക്ഷം. എനിക്ക് ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 6 മുതലുള്ള വചനങ്ങളിലാണ് ഈ ഫലം തരാത്ത അത്തിവൃക്ഷം. 3 വർഷമായി യജമാനൻ അതിനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്തില്ല? ഫലം ഇല്ല. യജമാനൻ എന്താ പറഞ്ഞത്? അത് വെട്ടി കളയും, നിലം പാടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ കർഷകൻ ആരെന്ന് നമുക്കറിയില്ല. ആ കർഷകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? 1 വർഷം കൂടി അത് നിൽക്കട്ടെ. ഫലം പുറപ്പെടുവിച്ചെങ്കിലോ അത് അവിടെ അവസാനിക്കുന്നില്ല. പ്രിയമുള്ളവരെ, യേശു ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തില് ഇത് പറഞ്ഞിട്ട് 19-ാം അധ്യായത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈശോ രാജകീയ പ്രവേശനം നടത്തുക ജെറൂസലേമിലേക്ക്. രാജകീയ പ്രവേശനം. ഇനി ജെറൂസലേമിലെത്തിയിട്ട് ഈശോ എന്നാ ചെയ്തത്? ആദ്യം ജെറൂസലേമിലെത്തിയിട്ട് അത് കാണണമെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിലെ 21-ാം അധ്യായത്തില് നമ്മൾ എടുക്കുകയാണെങ്കിൽ 12 മുതല് ദേവാലയ ശുദ്ധീകരണമാണ്. ജെറൂസലേമിൽ എത്തിയ ശേഷം യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തിരുന്നവരെയൊക്കെ എല്ലാവരെയും പുറത്താക്കുകയാണ്. ഒരു ശുദ്ധീകരണം നടത്തുക. അതിനുശേഷം അടുത്ത വചനം മത്തായിയുടെ സുവിശേഷം 12-ലെ ദേവാലയ ശുദ്ധീകരണമാണെങ്കിൽ 18 മുതൽ നിന്ന് അത്തിവൃക്ഷത്തെ ശപിക്കുകയാണ്. പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു. വഴിയരികിൽ അത്തിവൃക്ഷം കണ്ട് അതിൽ അടുത്തെത്തി, എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അവൻ അതിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ നിന്നും ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ആ നിമിഷം തന്നെ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിലെ ജെറൂസലേം ദേവാലയത്തിലേക്ക് പോകുന്ന വഴിത്താരയിൽ അത്തിവൃക്ഷത്തെ കണ്ടു. അതിനെ ശപിക്കാൻ നിൽക്കുമ്പോ കർഷകന്റെ അഭ്യർത്ഥന മാനിച്ച് എത്ര വർഷം നീട്ടിക്കൊടുത്തു? 1 വർഷം കൂടി നീട്ടിക്കൊടുക്കുകയാണ്. കർഷകൻ പറയും, ഞാൻ ചുവട് കളിച്ച് വളട്ടൊക്കെ നോക്കാം, ഫലം പുറപ്പെടുവിച്ചെങ്കിലോ. എന്നിട്ട് ഈശോ തിരിച്ചു വരുമ്പോഴോ, ദേവാലയ ശുദ്ധീകരണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴോ ഫലം ഉണ്ടാവും. വിശന്ന് വരുമ്പോ ഫലമില്ല. അതിനി ഉണങ്ങിപ്പോകട്ടെ എന്നാ ഒരൊറ്റ വാക്ക്, അത് സ്പോട്ടിൽ ഉണങ്ങി. പ്രിയമുള്ളവരെ, ആദ്യ ഭാഗത്തിലെ ഈശോയുടെ ഈ ലോകത്തിലേക്കുള്ള വരവായിരുന്നെങ്കിൽ അത് കരുണയുടെ കാലഘട്ടമാണ്. 2-ാം ഭാഗം, ആ രാജകീയ പ്രവേശനത്തിന് ശേഷം ദേവാലയം ശുദ്ധീകരിച്ചുള്ള ഭാഗം എന്താണെന്നറിയോ? കർത്താവിന്റെ 2ാമത്തെ ആഗമനമാണ്. കരുണയുടെ മണിക്കൂർ ഇതാണ് സ്നേഹമുള്ളവരെ. ഇതാണ് കരുണയുടെ മണിക്കൂർ. ഇതാണ് കരുണയുടെ വർഷങ്ങൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പുതുവർഷത്തെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സന്തോഷമാണോ? പുതുവർഷം നമുക്ക് സന്തോഷം നൽകുന്നതാണോ? ആണോ? എന്ത് സന്തോഷം! അച്ഛൻ പറഞ്ഞിട്ട് പാതിരാ കുർബാനയുണ്ട്, കാലത്തെ കുർബാന ഇല്ലാന്ന്. ഈ പാതിരാ കുർബാനയ്ക്ക് എഴുന്നള്ളി പോകണം. ആ കാലത്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കിടന്ന് ഉറങ്ങായിരുന്നു അല്ലേ? പുതുവർഷത്തെ ലോകം സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷെ എനിക്ക് ഭയപ്പാടാ. കാരണം വേറെ ഒന്നും ഉണ്ടല്ല,
നിങ്ങളൊന്ന് ചിന്തിച്ചോ, ഒരു വർഷം കടന്നു പോകുമ്പോ നമുക്കൊരു വയസ്സ് കൂടി. ദൈവം നമുക്ക് 70 വർഷമാണ് അനുവദിച്ചതെങ്കിൽ 70 വർഷത്തിൽ ഒരു വർഷം കടന്നു പോവാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? നമ്മൾ നിത്യതയോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക. കർത്താവിന്റെ രണ്ടാമത്തെ വരവില് ഞാനാകുന്ന അത്തിവൃക്ഷത്തെ കുറിച്ച് എന്നിലുള്ള ഫലത്തെ നോക്കിയിട്ട് കർത്താവ് വിധി പറയാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണരുക, ഇത് തിന്മയുടെ ദിനങ്ങളാ. ഒരു പുതുവർഷം കൂടി അനുവദിക്കുമ്പോ പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവുകൊണ്ടല്ല, കർത്താവിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം ഈ ഞാനും നിങ്ങളുമാകുന്ന അത്തിവൃക്ഷത്തിന് ഒരു ചാൻസ് കൂടി തരിക. ഒരു ചാൻസ്. ഇന്നലെ വരെ ഒരു നന്മയുടെ ഫലവും കാണാത്ത എന്നിലും നിങ്ങളിലും ഒരു ചാൻസ് തന്നിട്ട് നന്മയുടെ ഫലം കായ്ക്കുമോ എന്ന്, പുറപ്പെടുവിക്കുമോ എന്ന് യജമാൻ ഒരു പ്രതീക്ഷയുണ്ട്. ഹോപ്പ്, പ്രത്യാശ, പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയുടെ ഉത്തരവാദിത്തങ്ങൾ വരെ ഇന്ന് നമ്മള് നന്ദി പറയാനും നാളത്തെ ഒരു ദിനത്തെ ഇതിലെത്ര പേര് നാളെ എഴുന്നേൽക്കുന്ന അറിയോ? ഞാൻ ഇത്ര ആവേശം കൊണ്ട് പറഞ്ഞിട്ട് ഇത് നാളെ എഴുന്നേൽക്കണ്ടേ പുതുവർഷത്തെ സ്വീകരിക്കാൻ? പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഒരു സമയം നമുക്ക് തമ്പുരാൻ നന്ദി അർപ്പിക്കാന്നേ. നമ്മൾ എത്രയോ അനുഗ്രഹങ്ങളായോ വാങ്ങിച്ചു കൂട്ടിയത്. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ നന്ദി പറയാൻ മറന്നു പോകുന്ന ഒരു ജനതയാണ്. പ്രതിഫലം സ്വീകരിച്ചിട്ട് നന്ദി പറയാൻ മറന്നു പോകുന്ന ഒരു ജനതയാണ് നമ്മള്. കർത്താവിന്റെ വേദനയും നന്ദി പറയാത്തതിന്റെ വേദനയാണ്. ആയതിനാലേ ഈ ബലിയിലെ നമുക്ക് എണ്ണി എണ്ണി ചിന്തിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഈ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതിന് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, ഈ ആലയത്തിൽ ബലിക്കായിട്ട് ദൈവം നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ കരുണ കൊണ്ടാൽ ദൈവത്തിന്റെ കരുണ കൊണ്ടാ, നിന്റെ കഴിവ് കൊണ്ടാണോ? അല്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഒരു വർഷം നമുക്കൊന്ന് പിറകിലേക്ക് നോക്കാം. ഈ ബലിയില് പ്രാർത്ഥനകളിലൂടെ പോകുമ്പോ ദൈവം എനിക്ക് എന്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ എന്താ? നമ്മൾ പറയാം, എന്താ അനുഗ്രഹങ്ങൾ കിട്ടാനാ, എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വിഡ്ഢിത്തമാണ്. ഞാൻ ഈ പീസ് ഹോം, മേഴ്സി ഹോം, ഇതുപോലുള്ള ഓർഫനേജുകളിലൊക്കെ പോവാറുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് സന്ദർശിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ഓരോ മക്കളുടെയും അടുത്തെത്തുമ്പോ, ദൈവമേ, അവന് എന്നിലുള്ള ഈ കഴിവില്ല, അവന് നടക്കാനുള്ള കഴിവില്ല, പ്രൈസ് ദി ലോർഡ്. അവന് കൈ ബലക്ഷയം കുറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, എനിക്കതുണ്ട്. ഓരോ ബെഡ് കഴിയുമ്പോഴും ദൈവം എണ്ണി എണ്ണി. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഞാനീ പറയും, ഇന്ന് നാളേക്കായിട്ട് ഏതെങ്കിലും കരുണയുടെ ഭവനങ്ങൾ സന്ദർശിക്കണമെന്നേ. കരുണയുടെ പ്രവർത്തികളൊന്നും ചെയ്യും, കരുണയുടെ മക്കളെ ഒന്ന് കാണ്. എന്നിട്ട് നീ നിന്നിലേക്ക് നോക്ക്. ദൈവം നിനക്ക് എന്തൊക്കെ കഴിവുകളാ, എന്തൊക്കെ കൃപകളാ നൽകിയത്. അവിടെ നിനക്ക് അവരിലൂടെ നോക്കുമ്പോ, അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോ കാണാൻ പറ്റും. ഒരുപാട് അനുഗ്രഹങ്ങളുടെ കലവറയാ എന്റെ നിങ്ങളുടെയൊക്കെ ജീവിതം. ഒരുപാട് അനുഗ്രഹങ്ങളുടെ കലവറ. എന്നിട്ടും പ്രിയമുള്ളവരെ, നന്ദി പറയാൻ മറന്നു പോകുമ്പോ, ഫലം പുറപ്പെടുവിക്കാൻ നിനക്ക് അവസരം നൽകിയിട്ട് ഫലം പുറപ്പെടുവിക്കാതിരിക്കുമ്പോ കർത്താവിന്റെ രണ്ടാമത്തെ വരവുണ്ട്. അവിടെ കർത്താവ് കരുണയുടെ മുഖമല്ല, മറിച്ച് എന്തേ മുഖം? നീതിയുടെ മുഖമാണ്. ഫൗസ്റ്റിനോട് യേശു പറഞ്ഞു, ഇത് കരുണയുടെ മണിക്കൂറാണ്. ഇപ്പോ ജൂബിലി വർഷം തുടങ്ങിയല്ലേ? ഡിസംബർ 25-ാം തീയതി മാർപ്പാപ്പ ജൂബിലി വർഷം റോമില് ഉദ്ഘാടനം ചെയ്തു. അവിടെ കവാടം തുറന്നു. നമ്മുടെ അതിരൂപതയില് കഴിഞ്ഞ ഞായറാഴ്ച ജൂബിലി വർഷമായിരുന്നു. ലൂർദ് പള്ളിയിലും പുത്തമ്പള്ളിയിലും വിശുദ്ധ കവാടങ്ങൾ തുറന്നു. ഇന്ന് 31-ാം തീയതി പാലയൂര് വിശുദ്ധ കവാടം തുറക്കുക. ഇന്ന് പാതിരായ്ക്ക് അല്ലെങ്കിൽ നാളെ പുലർച്ചെ ആദ്യത്തെ കുർബാനയ്ക്ക് ഇടവകപ്പള്ളിയിലും ജൂബിലി വർഷം ഇനാഗുറേഷൻ ചെയ്യപ്പെടുകയാണ്. പതാക ഉയർത്തിയതുകൊണ്ടും നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥന ചെയ്തുകൊണ്ടും പ്രിയമുള്ളവരെ, ജൂബിലി വർഷം. എന്താ ജൂബിലി? തമ്പുരാൻ സഭയ്ക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദൈവജനം ഒരുമിച്ച് നന്ദി പറയേണ്ട ഒരു കാലഘട്ടം. ഏത് വർഷം? ഇനി 2033 വരിക, മഹാജൂബിലിയിലേക്ക്. അതിന്റെ ഒരു മുന്നാസ്വാദനം കൂടിയാ. പ്രിയമുള്ളവരെ, ഈ ജൂബിലി വർഷം വിവാഹത്തിന്റെ ജൂബിലി ആഘോഷിക്കാം അല്ലെ? 25-50 ജൂബിലി. ശരിക്കും 50 ജൂബിലി. പക്ഷെ മലയാളി 25 ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാ? 50 നമ്മൾ ഉണ്ടാവില്ല. ആകെ മലയാളിക്ക് 55 ഉള്ളൂ. പൗരോഹിത്യത്തിന്റെ സമർപ്പണ ജീവിതത്തിന്റെ 50-ാമത്തെ വർഷമാണ് ജൂബിലി. മലയാളിക്ക് അത് കിട്ടാത്തത് കൊണ്ട് 25 ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രിയമുള്ളവരെ, ഈ ജൂബിലിയിലേക്ക് തിരുസഭ കടക്കുമ്പോ സഭാമക്കളായ നമുക്ക് നന്ദി പറയാൻ പറ്റട്ടെ. ഈ വർഷത്തിന്റെ അവസാനം എന്നല്ല, ഈ ഒരു വർഷം മുഴുവൻ തിരുസഭ നമുക്ക് നന്ദി പറയുവാനുള്ള അവസരമായിട്ട് നൽകുകയാ. തിരുസഭയിലൂടെ സഭയുടെ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്തുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ വളർന്നു പന്തലിച്ചു. സഭയുടെ വെള്ളവും വളവും വലിച്ചെടുത്തിട്ടാണ്.
സഭയുടെ പോഷണത്തിലൂടെയാ ഞാനും നിങ്ങളും ഒക്കെ വളർന്നത് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നിന്റെ ദിനം മാത്രമല്ല, തിരുസഭ ഈ ജൂബിലി അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം മുഴുവൻ തമ്പുരാനെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആഗോള സഭയിലെ എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ തിരുസഭ ഒരു ചാൻസ് കൂടി തന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കവാടങ്ങൾ തുറന്നു, ദണ്ഡവിമോചനം നൽകിയിട്ടുണ്ട് അല്ലേ, അല്ലേ? ഈ വിശുദ്ധ കവാടങ്ങൾ തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചാണെങ്കിൽ പുത്തമ്പള്ളി, ലൂർദ് പള്ളി, പാലയൂർ 3 പള്ളികളിലും വിശുദ്ധ കവാടങ്ങൾ തുറന്നിരിക്കുക. കുമ്പസാരിച്ചൊരുങ്ങി പ്രാർത്ഥിച്ച് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞവൻ തൃത്വസ്തുതിയും ചൊല്ലി ഈ വിശുദ്ധ കവാടങ്ങളിലൂടെ, ഈ 3 ദേവാലയത്തിലെ വിശുദ്ധ കവാടങ്ങളിലൂടെ കടന്നാല് ദണ്ഡവിമോചനം ഉണ്ട്. അറിയോ? അതിന് തിരക്ക് കൂടുതലാ. ഈ കവാടം തുറന്നു കിട്ടിയാൽ മതി, ഉന്തല്ല. കാരണം ദണ്ഡവിമോചനം ആദ്യം എനിക്ക് കിട്ടണം. പ്രിയമുള്ളവർ, ഒരുക്കൊന്നും പ്രശ്നമല്ല. കുമ്പസാരിച്ചൊരുങ്ങി യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ 1 വർഷക്കാലം, പ്രിയമുള്ളവരെ, അച്ഛൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മൾ പാപം ചെയ്യുമ്പോ കുമ്പസാരത്തിലൂടെ പാപമോചനം കിട്ടിയെങ്കിൽ, പക്ഷെ ആത്മാവിൽ ഇവിടെ ഒരു കറയുണ്ട്, ഈ കടവുണ്ട്. അതാണ് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും. ഇപ്പൊ കുർബാന, പ്രാർത്ഥനകള്, ദാനധർമ്മങ്ങള്, പരിഹാര പ്രവർത്തികള്, ഇതൊക്കെ കടങ്ങളുടെ പൊറുതിക്ക് ഉപകരിക്കും. അതിന്റെ കൂട്ടത്തില് ദണ്ഡവിമോചനം നമ്മുടെ കടങ്ങളുടെ പൊറുതിയാണ്. ഈ 1 വർഷം ദൈവജനത്തിനെ തിരുസഭ ഒരു ആനുകൂല്യമായിട്ട് നൽകുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവര്, പരമാവധി നമ്മൾ അത് ഉപയോഗപ്പെടുത്ത്. മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിച്ചൊരുങ്ങി യോഗ്യതയോടുകൂടി നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. എന്നിട്ട് ഞാൻ പറയും, എല്ലാ മാസവും പറ്റുമെങ്കിൽ ഈ 3 ദേവാലയങ്ങളിൽ ഏതെങ്കിലും ഒരു ദേവാലയത്തിലെ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം പോയി പ്രാർത്ഥിക്കുക. ആ കവാടങ്ങളിലൂടെ പ്രാർത്ഥനാപൂർവ്വം നടക്ക്. എന്നിട്ട് കർത്താവേ, എന്റെ കടങ്ങളുടെ പൊറുതിക്കായിട്ട് ഞാനിത് സമർപ്പിക്കുന്നു. ദണ്ഡവിമോചനം ഉണ്ട് സ്നേഹമുള്ളവരെ, പ്രാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇല്ലെങ്കിൽ ഈ ചാൻസ് ഒന്നും ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഉറങ്ങിയിരിക്കും, ഇപ്പൊ നമ്മള് തണുപ്പനായിട്ടിരിക്കും. ഇതിനൊക്കെ ആവശ്യം എന്ത്? പക്ഷെ ഇത് കഴിഞ്ഞാൽ കർത്താവിന്റെ 2ാമത്തെ ഒരു വിധിയുണ്ട്. ആ വിധി എന്റെയും നിങ്ങളുടെയും പ്രവർത്തിക്കനുസരിച്ചാ. ഇവിടെ വീട്ടാത്ത കടങ്ങളെ എവിടെ വീട്ടണം? ശുദ്ധീകരണ സ്ഥലത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഈ ഭൂമിയില് നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം കിട്ടിയാലും അതിനെ കടം വീടാൻ, ഉദാഹരണം ഞാനിങ്ങനെ ചിന്തിക്കാനേ, എന്റെ പ്രാർത്ഥന, എന്റെ പരിത്യാഗവും എന്റെ കടങ്ങളുടെ പൊറുതിക്ക് കാരണമാകും? ഇല്ല. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് 10 പേരുടെ ദാഹം തീർക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ ഈ ഭൂമിയിൽ നമ്മുടെ പരിഹാര ജീവിതം, വല്ലപ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു, വല്ലപ്പോഴും ഒരു ദണ്ഡവിമോചനം കിട്ടി, അല്ലെങ്കിൽ അത് ഓർത്തെടുത്തു, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒന്ന് ദാനധർമ്മം ചെയ്തു. നമ്മൾ ദിനം പ്രതി ചിന്ത കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഉപേക്ഷ കൊണ്ട്, അറിഞ്ഞും അറിയാതെയും ഒരു ദിവസം തന്നെ എത്രയോ പാപ ചെയ്തു കൂട്ടുന്നത്. പാപമോചനം കുമ്പസാരത്തിൽ കൂട്ടിൽ കിട്ടുമെങ്കിലും അതിന്റെ കടങ്ങൾ, അതിന്റെ പൊറുതി ലഭിക്കണ്ടേ? അതിന് പ്രിയമുള്ളവരെ, സഭ നൽകുന്ന ആനുകൂല്യമാണ് ഈ 1 വർഷം. ഇപ്പൊ തമ്പുരാനെ നന്ദി പറയാൻ നമുക്ക് പറ്റട്ടെ. ചെയ്ത കൃപകളെ ഓർത്ത് തമ്പുരാനെ നന്ദി 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 എന്ന് പറയാൻ പറ്റട്ടെ. യാചനയൊക്കെ ഈ വർഷം മാറ്റിവെക്കേ. ഞാൻ എന്നും ആലോചിക്കുകയാണേ, ഇത്രയും വർഷം മതി, ഇത്രയും വർഷം ഞാൻ ജീവിച്ചു, സന്തോഷമാണ് ജീവിതം, പൗരോഹിത്യം ഞാൻ അനുഭവിക്കുന്നു, സന്തോഷിക്കുന്നു. കുടുംബജീവിതം നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? ഉത്തരം പറയണ്ട, ചിന്തിച്ചാൽ മതി. നിങ്ങളായിരിക്കുന്ന ജീവിതാവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇന്ന് ലേഖനത്തിൽ വായിച്ചില്ലേ, ഇന്ന് ഒരു ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടി ധനമോഹവും മറ്റു മോഹങ്ങളൊക്കെ പേറിയിട്ട് തമ്പുരാന്റെ ആ വലിയ സ്നേഹം മറന്നു പോവുക. പ്രിയമുള്ളവരെ, ഒന്ന് തിരുത്തിയേ. ഞാനതുകൊണ്ട് കുർബാനയുടെ മുമ്പ് പറഞ്ഞത് ഒരു 3 ശുദ്ധ നിയോഗങ്ങള് എന്റെ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരു 3 നിയോഗങ്ങള്. അതിനിടയിൽ എന്ത് വേണം? എന്റെ കഴിഞ്ഞ ഈ 1 വർഷക്കാലം എവിടെയാണ് ഞാൻ പാളിപ്പോയത്? എന്റെ 3 വീഴ്ചകള് ഇന്ന് ഓർത്തെടുക്കുക. 3 വീഴ്ചകള്, അതിഗൗരവമായിട്ടുള്ള 3 വീഴ്ചകള്. അതിൽ നിന്നും ഞാൻ എന്താണ് തീരുമാനിക്കേണ്ടത്? ആ 3 നല്ല തീരുമാനങ്ങള്, ആ വീഴ്ചകളില്ലാതിരിക്കാൻ. അപ്പോൾ നമ്മുടെ വീഴ്ചകളും സമർപ്പിക്കണം, ഈ ബലിയിലെ നമ്മുടെ തീരുമാനങ്ങളും സമർപ്പിക്കുക. എന്നിട്ട് നീ നാളത്തെ ദിനത്തിന് വേണ്ടി ഒരുങ്ങും. അതിനെ പ്രിയമുള്ളവരെ, ഇത് കരുണയുടെ നാളുകളാണ്, കരുണയുടെ നാളുകൾ. ഈ ജൂബിലി വർഷം സഭാമക്കൾ നമുക്ക് ഒരുമിച്ച് തമ്പുരാൻ നന്ദി അർപ്പിക്കാൻ പറ്റട്ടെ. കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് കർത്താവിന്റെ കരുണയ്ക്കായി അപേക്ഷിക്കാൻ പറ്റട്ടെ. അതില്ലെങ്കിൽ കർത്താവിന്റെ നീതി നടപ്പാക്കുന്ന 2ാമത്തെ വരവുണ്ട്. അവിടെ ഫലം തരാത്തതിനെ വെട്ടി തീയിലെറിയപ്പെടും. അതിനെ പ്രിയമുള്ളവരെ, ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച്. കർഷകൻ ഇവിടെ ആരെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഞാനും നിങ്ങളുമാണ് ഈ അത്തിമരം. ഫലം പുറപ്പെടുവിക്കേണ്ട യജമാനന്റെ പ്രതീക്ഷയ്ക്കകത്ത് വളർന്ന അത്തിമരമാണ് ഞാനും നിങ്ങളും. പക്ഷെ ഫലം തരാത്തത് കൊണ്ട് യജമാനനെ വെട്ടിക്കളയാൻ ഒരുങ്ങുമ്പോഴേക്കും ഇവിടെ കർഷകൻ
ഉണരുന്നുണ്ട്, ഉണർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കർഷകൻ ഒരു പക്ഷെ സ്നേഹമുള്ളവരെ നമ്മൾ പോലും അറിയാത്ത നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവജനമുണ്ട്. നമ്മൾ പോലും നമുക്ക് അവരെ അറിയണമെന്നില്ല, അവർക്ക് നമ്മെ അറിയണമെന്നില്ല. ലോകത്തിലെ പീഡിതരായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, ദമ്പതികൾക്ക് വേണ്ടി എന്നിങ്ങനെ തുടങ്ങി തൻ്റെ രോഗവും തൻ്റെ വാർദ്ധക്യവും തൻ്റെ സഹനങ്ങളുമൊക്കെ ഇതുപോലുള്ള ശുദ്ധ നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ച് ഞാൻ പോലും അറിയാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകത്ത് ഒരുപാട് മക്കളുണ്ട്. ക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവരുടെയൊക്കെ ത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒരു ഉത്തരമാണ് ഈ ഞാൻ, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, ഞാൻ എന്നായിരിക്കുന്ന അവസ്ഥ. ഈ കർഷകൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനതയാണ്. അവർ ആരെന്ന് നമുക്കറിയില്ല. അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് സ്നേഹമുള്ളവരെ എൻ്റെ നിങ്ങളുടെയൊക്കെ നിന്റെ ജീവിതം. ആയതിനാൽ അവരെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കഴിവുകൊണ്ട് മാത്രമല്ല, ഈ സമയം എല്ലാം പുതുതായി തുടങ്ങുവാൻ ഇതാ ഈശോ ഒരു പുതുവർഷം കൂടി നിനക്ക് അനുവദിക്കുക. എല്ലാം പുതുതായി തുടങ്ങണം. പൂജരാജാക്കന്മാർ ഈശോയെ കണ്ട് ആരാധിച്ച് മറ്റൊരു വഴിയിലൂടെ പോയി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതേ പ്രിയമുള്ളവരെ, പഴയ വഴിയിലൂടെ പോകുമായിരുന്നെങ്കിൽ ഉണ്ണീശോ ഹെറോദോസിനാൽ കൊല്ലപ്പെടുമായിരുന്നു. പുതിയ വഴിയിലൂടെ പൂജരാജാക്കന്മാർ അവരുടെ നാട്ടിലേക്ക് പോയി. ക്രിസ്തുമസിന്റെ ദിവനങ്ങൾ പിന്നിട്ടുകൊണ്ട് പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പൂജരാജാക്കന്മാർ ചെയ്തത് തന്നെയാണ് എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത്. പുതിയ വഴിത്താര വെട്ടിത്തെളിക്ക്. പഴയ പാപത്തിന്റെ വഴികളെല്ലാം നീ ഉപേക്ഷിച്ചുകൊണ്ട് അതിന് വിപരീതമായിട്ടുള്ള പുണ്യത്തിന്റെ വഴിയിലേക്ക് കാലെടുത്ത് വെക്കാൻ ഈശോയെ എന്നെ പഠിപ്പിക്കണേ. എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ഈശോയെ എനിക്ക് അഭിഷേകം നൽകണമേ. എടുക്കുന്ന തീരുമാനങ്ങള് ഇടയ്ക്കിടെ ഓർത്തുകൊണ്ട് ഈ ജൂബിലി വർഷത്തിൽ നന്ദിയോടുകൂടി മുന്നോട്ട് പോകുവാൻ ഈശോ എനിക്ക് കൃപ നൽകണമേ. നിത്യതയിലേക്ക് ഒരു പടി കൂടി അടുത്തു എന്ന ചിന്തയിൽ എപ്പോഴും നിത്യതയെ ധ്യാനിക്കുവാൻ ഈശോയെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ചേർത്ത് പിടിക്കണേ. ഈ ഒരു വർഷക്കാലം കാലിടറിയ പതറിപ്പോയ ആ വീഴ്ചകളിൽ നിന്നൊക്കെ അമ്മേ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് നന്ദി. ഇനിയും നല്ല തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് നല്ല വഴി തിരഞ്ഞെടുത്ത് നന്മയുടെ പാതയിലൂടെ ഫലം കായ്ക്കുന്ന നല്ല അത്തിവൃക്ഷമായി നിത്യതയിലേക്ക് സഞ്ചരിക്കുന്ന ഞങ്ങൾക്ക് അമ്മ കൂട്ടായിരിക്കണേ. ഞങ്ങളെ കൂടെ അമ്മ എപ്പോഴും ഉണ്ടാകണമേ. തിന്മയുടെ ആക്രമണത്തിൽ നിന്നും പിശാചിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും അമ്മേ ഞങ്ങൾക്ക് വിടുതലും സംരക്ഷണവും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.